ഒരു കഥ വായിച്ചാലോ? കഥയുടെ പേര് ഇലകൾ പൊഴിയുമ്പോൾ. എഴുതിയത് A.P. ജ്യോതിർമയി. പുലർച്ചയ്ക്കുള്ള പേടി സ്വപ്നം. ഉണ്ണി ഏറ്റവുമേറെ വെറുക്കുന്നത് മേശപ്പുറത്തിരിക്കുന്ന ഹൃദയാകൃതിയിലുള്ള ആ ചെറിയ ടൈം പീസിനെയാണ്. സുന്ദരമായ അനേകം വർണ്ണ സ്വപ്നങ്ങൾക്കിടയിലേക്ക് ചെകുത്താൻ്റെ ആർപ്പോടെ ടൈം പീസ് ശബ്ദിക്കുമ്പോൾ ഉണ്ണി ഞെട്ടിയുണരും. പുലർച്ചയുടെ തണുപ്പിലേക്ക് ആലസ്യത്തോടെ ചുരുണ്ടുകൂടാനുള്ള ആഗ്രഹത്തെ എരിച്ചു കളയുകയേ ഉണ്ണിക്ക് നിവൃത്തിയുള്ളൂ. അല്ലെങ്കിൽ മമ്മി അവൻ്റെ ഇളം റോസ് നിറമുള്ള ചെവി ക്യൂട്ടക്സിട്ട നീളമുള്ള നഖങ്ങൾക്കിടയിലിട്ട് ഞെരിച്ചു കളയും. അത്രയേറെ വേദന ഉണ്ണിക്ക് മറ്റെവിടെന്നും അനുഭവിക്കാനിട വന്നിട്ടില്ല. ഒരിക്കൽ ചൂരൽ വടി കൊണ്ട് കണക്കു ടീച്ചർ തല്ലിയപ്പോഴും പപ്പ ദേഷ്യം സഹിക്കാതെ ചന്തിക്ക് രണ്ട് പൊട്ടിച്ചപ്പോഴും ഇത്രയേറെ വേദന തോന്നിയിരുന്നില്ല. പുലർച്ചയ്ക്കുള്ള ഈ പേടി സ്വപ്നത്തെ ഉണ്ണി വെറുത്തു തുടങ്ങിയത് LKGയിൽ ചേർന്നത് മുതൽക്കാണ്. അതുവരെയും ഉണ്ണി ഇഷ്ടമുള്ളിടത്തോളം സമയം ഉറങ്ങുമായിരുന്നു. ഉണർന്നെഴുന്നേറ്റാൽ ആയ മധുരമിട്ട പാലും ബിസ്ക്കറ്റും കൊണ്ടുതരും. തുടർന്ന് തൊട്ടടുത്ത വീട്ടിൽ തനിച്ച് താമസിക്കുന്ന അപ്പൂപ്പൻ്റെ അടുക്കിലേക്ക് ഒരു ഓട്ടമാണ്. അപ്പൂപ്പനെയാണ് ഉണ്ണിക്ക് ഏറ്റവും ഏറെ ഇഷ്ടം. അപ്പൂപ്പന് ഒരുപാട് കഥകളറിയാം. ഭീഷ്മരും കർണനും യേശുക്രിസ്തുവും കൃഷ്ണനും ഗാന്ധിജിയുമൊക്കെ അപ്പൂപ്പൻ്റെ വർണ്ണനകളിലൂടെയാണ് ഉണ്ണിയുടെ മനസ്സിൽ ഇടം പിടിച്ചത്. TV-യിലെ കാർട്ടൂൺ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന വികൃതരൂപികളായ പുരാണ കഥാപാത്രങ്ങളെ ഉണ്ണിക്കിഷ്ടമല്ല. അവരൊക്കെ സുന്ദരന്മാരും സുന്ദരികളുമാണെന്ന് അപ്പൂപ്പനാണ് ഉണ്ണിക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഉണ്ണി തനിച്ചാണ്. ഇപ്പോഴെന്നല്ല, എപ്പോഴും. രാവിലെ 6:30-ക്ക് ട്യൂഷൻ മാസ്റ്റർ വരും. കട്ടിമീശയുള്ള, തല്ലുന്നതിൽ വൈദഗ്ധ്യം കാണിക്കുന്ന കണക്കു സാറിൻ്റെ ട്യൂഷൻ ക്ലാസ്സിലിരിക്കുക കാരണം ഇഷ്ടമുള്ള വിഷയമായിരുന്നിട്ട് കൂടി കണക്കിനെ വെറുത്തു പോവുകയാണ്. കണക്കു പഠിപ്പിക്കുന്ന സാറന്മാരെല്ലാം എന്തേ ഇത്ര ക്രൂരന്മാരാകുന്നതെന്ന് ഉണ്ണി ചിന്തിക്കാറുണ്ട്. അതേപ്പറ്റി അപ്പൂപ്പനോട് ചോദിച്ചിട്ടുമുണ്ട്. ഉണ്ണിയുടെ ചോദ്യം കേട്ട് അപ്പൂപ്പൻ ചിരിക്കും. എന്നിട്ട് പറയും, അത് മോനെ കണക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തോന്നുന്നതാ. എല്ലാ സാറന്മാരും നല്ലോരാ. വിദ്യ തരുന്നവരെ ദൈവത്തെ പോലെ വിചാരിക്കണം. ദൈവം ഒരുപാട് നല്ലവനാണ്, കരുണാമയനും സ്നേഹനിർഭരനുമാണ്. പക്ഷേ ട്യൂഷൻ എടുക്കുന്ന ഈ ദൈവത്തിൻ്റെ മനസ്സിൽ ഉണ്ണിയോട് ഒരിറ്റു കരുണ പോലുമില്ലല്ലോ. തനിച്ചിരിക്കുമ്പോഴൊക്കെ ഉണ്ണി പ്രാർത്ഥിക്കും, പഠിപ്പിക്കുന്ന സാറന്മാർക്കെല്ലാം കരുണയുള്ള മനസ്സ് കൊടുക്കണമെന്ന്. വൈകിട്ട് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും സയൻസും ഇംഗ്ലീഷുമൊക്കെ പഠിപ്പിക്കാൻ മറ്റൊരു സാർ വരും. സന്ധ്യയോടെ അയാളുടെ ഡ്യൂട്ടി തീരും. തുടർന്ന് മമ്മിയും പിറകെ പപ്പയും വരും. പിന്നെ അവരുടെ ചോദ്യങ്ങളായി, നിർദ്ദേശങ്ങളായി, ഉപദേശങ്ങളായി. ഉണ്ണിക്ക് ഒരു സ്വസ്ഥതയും ഉണ്ടാവില്ല. വീർത്ത മുഖത്തോടെയേ മമ്മിയെ കാണാൻ കഴിയൂ. എപ്പോഴും ഉപദേശമാണ്. 24 മണിക്കൂറും പഠിക്കാനുള്ള ഉപദേശവും നൽകി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ചെറിയൊരു തെറ്റിന് പോലും മമ്മി വലിയ ശിക്ഷകൾ തരും. മമ്മി തല്ലുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ആയ അവിടെ നിന്നും കരഞ്ഞുകൊണ്ടിറങ്ങിപ്പോയത്. ആയയെ അവന് ഇഷ്ടമായിരുന്നു. പക്ഷേ മമ്മി അവരെ എപ്പോഴും ശകാരിക്കും. ഒരു ദിവസം ചായക്കപ്പ് താഴെ വീണുടഞ്ഞതിൻ്റെ പേരിൽ മമ്മി തന്നെ തല്ലുന്നത് കണ്ടപ്പോൾ ആയയുടെ മനസ്സ് വിങ്ങി. അവർ ചെറിയ ബാഗിൽ തൻ്റെ പഴയ വസ്ത്രങ്ങൾ ഒതുക്കി വെച്ച് മമ്മിയോട് ഒരക്ഷരം പോലും പറയാതെ ഇറങ്ങിപ്പോയി. പോകും മുന്നേ ഉണ്ണിയുടെ വലത് കൈയിൽ ആരും കാണാതെ ഉമ്മ വയ്ക്കാൻ അവർ മറന്നില്ല. ആയയുടെ കണ്ണീരുമ്മ ഉണ്ണിയെ വേദനിപ്പിച്ചു. ഉണ്ണി UKGയിൽ പഠിക്കുമ്പോഴായിരുന്നു അത്. അന്ന് ഉണ്ണിയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അപ്പൂപ്പൻ പറഞ്ഞു, എല്ലാവരും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവില്ല ഉണ്ണി. ഇന്ന് കൂടെയുള്ളവർ നാളെ നമ്മളെ പിരിഞ്ഞു പോകും. ആ നീതിയെ മനസ്സിലാക്കാൻ അന്ന് അവന് കഴിഞ്ഞില്ല. മമ്മിക്ക് എന്തുകൊണ്ടാണ് അപ്പൂപ്പനെ ഇഷ്ടമില്ലാത്തതെന്ന് അവൻ പലപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. മമ്മി പപ്പയോട് അപ്പൂപ്പനെ പറ്റി അതും ഇതും പറഞ്ഞ് വഴക്കിടും. നിങ്ങളുടെ അച്ഛനെന്ന് സംബോധന ചെയ്യുന്നത് അപ്പൂപ്പനെ കുറിച്ചാണല്ലോ. പപ്പ കഴിയുന്നതും മിണ്ടാതെ നിൽക്കും. ചിലപ്പോഴൊക്കെ ആ കൊച്ചു വഴക്കുകൾ വലിയ വഴക്കുകളിൽ ചെന്ന് കലാശിക്കും. അപ്പോഴൊക്കെ ഉണ്ണി പേടിച്ചൊതുങ്ങും. അപ്പൂപ്പനെ കാണാനോ അദ്ദേഹത്തോട് കളിക്കാനോ ഉണ്ണിക്കിപ്പോൾ സമയം കിട്ടാറില്ല. അനുവാദവുമില്ല. 4ാം സ്റ്റാൻഡേർഡാണ്. ഇനി ഇങ്ങനെ കളിച്ചു നടക്കരുതെന്ന് മമ്മി ദിവസവും 100 ആവർത്തി പറഞ്ഞുകൊണ്ടിരിക്കും. ഉണ്ണി നന്നായി പഠിക്കുന്ന കുട്ടിയാണ്. അവനാണ് ക്ലാസ്സിൽ ഫസ്റ്റ് എന്നൊക്കെ മമ്മിക്കറിയാം. എന്നാലും തൃപ്തിയാവില്ല. അതുകൊണ്ട് അവന് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ട്യൂഷൻ മാസ്റ്റർമാർ അവനെ വീണ്ടും വീണ്ടും പഠിപ്പിച്ചുകൊണ്ടേയിരിക്കും. രാവിലെയും വൈകിട്ടുമുള്ള ട്യൂഷനും സ്കൂളുമൊക്കെ അവൻ്റെ നല്ല സമയങ്ങളെ അപഹരിച്ചു. എന്നാലും അവധി ദിവസങ്ങളിൽ ഉണ്ണി അപ്പൂപ്പൻ്റെ അരികെ എങ്ങനെയെങ്കിലും ഓടിയെത്തും.
അതൊരു പഴയ വീടാണ്. തടി കൊണ്ട് പണിത വീട്. വലിയ തൂണുകളും പടികളും ഒക്കെയുള്ള വീട്. ഇരുട്ടും തണുപ്പുമുള്ള വീട്. അവിടെ കണ്ണാടി പിടിപ്പിച്ച ഭംഗിയുള്ള ജനാലകളില്ല. മരം കൊണ്ട് പണിത ചെറിയ ജനാലകൾ. ഭംഗിയില്ലാത്ത വാതിലുകൾ. ഉണ്ണിയുടെ വീട്ടിലേതുപോലെ തറയിൽ മാർബിളോ ഗ്രാനൈറ്റോ പതിച്ചിട്ടില്ല. പരിക്കൻ സിമൻറ്റിട്ട മുറികളാണ്. പഴയ പത്തായവും ചാരുകസേരകളും കരിപ്പിടിച്ച വലിയ പാത്രങ്ങളുമാണ് ആ മുറികളിലെ സ്ഥിരം അന്തേവാസികൾ. പിന്നെ അപ്പൂപ്പന് കൂട്ടുനിൽക്കാൻ ഒരു പയ്യനുമുണ്ട്. ഉണ്ണിയുടെ വീട്ടുവേലക്കാരി ജയാമ്മയാണ് അപ്പൂപ്പന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത്. പക്ഷേ അപ്പൂപ്പൻ അതിലൊന്നും വലിയ താല്പര്യം കാണിക്കാറില്ല എന്ന് മാത്രം. ഒരു നിമിഷവും വെറുതെ ഇരിക്കില്ല അപ്പൂപ്പൻ. പറമ്പിലൊക്കെ വല്ലതും കൊത്തിയും കിളച്ചും കൊണ്ടിരിക്കും. വാഴയും പച്ചക്കറിയുമൊക്കെ നട്ടു വളർത്തുന്നുണ്ട്. ചിലപ്പോൾ തനിയെ അടുക്കളയിൽ കയറി പാചകം ചെയ്യും. അപ്പൂപ്പനുണ്ടാക്കിയ ചക്ക വഴറ്റിയത് ഉണ്ണിക്കിഷ്ടമാണ്. അത് എത്ര കഴിച്ചാലും കൊതിത്തീരില്ല. പഴുത്ത ചക്കയുടെ മണമെന്ന് പറഞ്ഞ് മമ്മി ഉണ്ണിയെ തല്ലും. കണ്ടതൊക്കെ വാരി വലിച്ചു തിന്നു വയറിന് അസുഖം വരുത്തുമെന്ന് പറയും. അപ്പൂപ്പനോട് അവൻ ഇടയ്ക്ക് ചോദിക്കും, ഞാനും അപ്പൂപ്പനോടൊപ്പം താമസിക്കട്ടെ? എനിക്ക് ആ വീട്ടിൽ താമസിക്കാൻ ഇഷ്ടമല്ല. അവിടെ എനിക്ക് ദോശയും ഇഡ്ഡലിയും ഒന്നും ആരും ഉണ്ടാക്കി തരില്ല. എപ്പോഴും ന്യൂഡിൽസും കോൺഫ്ലേക്സും ബ്രെഡും പാലും. അപ്പൂപ്പൻ അവനെ വാത്സല്യപൂർവ്വം നെഞ്ചോട് ചേർത്ത് പിടിക്കും. എന്നിട്ട് പറയും, അതൊക്കെ മോൻ കഴിക്കുന്നുണ്ടല്ലോ. മോൻ്റെ മമ്മിക്ക് അതല്ലേ ഇഷ്ടം. പപ്പ കുട്ടിയായിരുന്നപ്പോൾ കോൺഫ്ലെക്സ് ആണോ കഴിച്ചിരുന്നത്? മറുപടി പറയാനാവാതെ അപ്പൂപ്പൻ അവൻ്റെ നെറ്റിയിൽ ഉമ്മ വച്ചു. പിന്നെ എന്തോ ആലോചിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു, കാലം ഓരോ നിറങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. വെയിലും മഞ്ഞും മഴയും മാറി മാറി വരുന്നില്ലേ? അതുപോലെ കാലത്തിനുമുണ്ട് നിറം മാറ്റം. അപ്പൂപ്പൻ കുഞ്ഞായിരുന്നപ്പോൾ രാവിലെ പ്രാതലിന് കഞ്ഞിയും പയറുമൊക്കെയായിരുന്നു. പപ്പയുടെ കാലത്ത് ദോശയും ഇഡ്ഡലിയും പുട്ടുമൊക്കെയായി. ഇപ്പോൾ ഉണ്ണിയുടെ കാലമായപ്പോൾ കോൺഫ്ലെക്സ്, സാൻഡ്വിച്ച്, ന്യൂഡിൽസ്, ബൂസ്റ്റ്. ഇനി വരുന്ന തലമുറയുടെ കാലത്ത് നമുക്കറിഞ്ഞുകൂടാത്ത മറ്റു വലുതുമൊക്കെയാവും. ഉണ്ണി സങ്കടത്തോടെ ആലോചിച്ചു. അപ്പൂപ്പൻ്റെ കാലത്ത് ജനിച്ചാൽ മതിയായിരുന്നു. എങ്കിൽ താനും ഇപ്പോൾ ഒരപ്പൂപ്പനായേനെ. അതോർത്തപ്പോൾ ഉണ്ണിക്ക് രസം തോന്നി. അപ്പൂപ്പൻ പട്ടാളത്തിലായിരുന്നു. എക്സ് മിലിറ്ററി ആണെന്ന് ജയാമ്മ പറയും. പെൻഷൻ പണം കിട്ടുന്ന ദിവസങ്ങളിൽ ഉണ്ണിക്കായി വല്ലതുമൊക്കെ വാങ്ങിക്കൊണ്ടുവരും. ചോക്ലേറ്റുകളൊന്നുമല്ല, അതൊക്കെ പപ്പയും മമ്മിയും ഇഷ്ടം പോലെ കൊണ്ടുതരും. ചിലപ്പോൾ ഒരു ബേക്കറി മുഴുവൻ വീട്ടിലെത്തും. അതെല്ലാം തിന്നു വളുത്തു. ഉഴുന്നുവട, പഴംപൊരി, കടലമിഠായി ഇതൊക്കെയാണ് ഉണ്ണിക്കിഷ്ടം. മമ്മിയോട് ആവശ്യപ്പെട്ടാൽ പറയും അതൊക്കെ എണ്ണ പലഹാരങ്ങളാണ്. മാത്രമല്ല അത് ഗ്യാസ് ഉണ്ടാക്കുകയും ചെയ്യും. മമ്മി കാണാതെ അവൻ അപ്പൂപ്പൻ്റെ വീട്ടിൽ ചെന്ന് ഉഴുന്നുവടയും പഴംപൊരിയും ഒക്കെ കഴിക്കും. വയറ്റിലൊരു കുഴപ്പവും ഉണ്ണിക്കുണ്ടാകാറില്ല. ഒരു ദിവസം ഉണ്ണി ചോദിച്ചു, ഗുട്ടുവിൻ്റെ മുത്തശ്ശിയും അനുവിൻ്റെ മുത്തശ്ശനുമൊക്കെ അവരുടെ വീട്ടിലാണല്ലോ താമസം. അപ്പൂപ്പൻ അവനെ കോരിയെടുക്കും. അപ്പൂപ്പന് ഇവിടെ താമസിക്കാനേ മോനെ ഇഷ്ടം. ഈ വീട്ടിൽ കിടന്നാലേ അപ്പൂപ്പന് ഉറക്കം വരും. പക്ഷെ അതാണോ കാരണം? അപ്പൂപ്പന് കൂട്ടുനിൽക്കുന്ന മണിയേട്ടനോട് ഒരു ദിവസം ജയാമ്മ പറയുന്നത് കേൾക്കുകയുണ്ടായി. ആ അസത്ത് ഈ മനുഷ്യന് ഓരോടൊപ്പം താമസിക്കാൻ കൂട്ടാക്കുന്നില്ല. വയസ്സുകാലത്ത് ഈ പാവം ഇങ്ങനെ ഒറ്റയ്ക്കായി. പണവും സ്വത്തും ഉണ്ടായിട്ട് എന്താ കാര്യം? സ്നേഹമുള്ള മക്കൾ തന്നെ വേണം. ജയാമ്മ ഉദ്ദേശിച്ച അസത്ത് മമ്മിയാണെന്നറിയാം. അതിൽ വലിയ സങ്കടമൊന്നും ഉണ്ണിക്ക് തോന്നിയില്ല. ഇത്രയും സ്നേഹമുള്ള അപ്പൂപ്പനെ ഒപ്പം താമസിക്കാൻ സമ്മതിക്കാഞ്ഞിട്ടല്ലേ അവർ അങ്ങനെയൊക്കെ പറയുന്നത്. രണ്ടാം ഭാഗം അടുത്ത ദിവസം.